ഉണ്ണി, ദേ ഭൂതം വരും. ഉണ്ട കണ്ണും കൂർത്ത നഖങ്ങളും ചോര കുടിക്കുന്ന ചുണ്ടുകളുമായി ഭൂതം വരും. പകലൊക്കെ പാർക്കുന്നു ഭൂതം, പകലൊക്കെ പാർക്കുന്നു ഭൂതം, പകലൊക്കെ പാർക്കുന്നു ഭൂതം. അതൊരു കഥയാണ്. എന്റെ ഉണ്ണിക്ക് അമ്മ ഇത് പറഞ്ഞു തരാട്ടോ. മാളിക വീട്ടിലെന്നാറ്റു നോക്കിട്ടോരുണ്ടി ഉണ്ടിക്കരയിലെ കിങ്ങിണി പൊന്നും കൊണ്ടുണ്ടിക്കു കാതിൽ കുടക്കടോക്കൻ, ഉണ്ണിക്കു കാതിൽ കുടക്കടോക്കൻ. പാപ്പ കൊടുക്കുന്നു പാലു കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു അങ്ങേ, പാവ കൊടുക്കുന്നു. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനുള്ളി കൗതുകമേറിക്കടി. എഴുത്താണി പോലെ സൂക്ഷിക്കണേ. എന്റെ കുട്ടി തിരിച്ചു വരണവരെ ഈ അമ്മ ഇവിടെ തന്നെ കാത്തിരിക്കും. പച്ചപ്പടർപ്പിൽ നിന്നെത്തി നോക്കി പാറക്കെട്ടിന്റെ കൊച്ചു പിളർപ്പിലെ കിടിവാതിലപ്പോൾ തുറന്നു ഭൂതം. ഭൂതത്തിനുള്ളിലൊരിക്കിളി തോന്നി, ഭൂതത്തിൻ ഭാരത്തു കോരിത്തരിച്ചു. ഭൂതമോരോ മനപ്പെൺകിടാവായി പൂത്തമരത്തിന്റെ ചുറ്റിലും. ഉണ്ണി, വാ, നമുക്ക് കളിക്കാം. ഉണ്ണി, ആ എഴുത്താണി എന്ന് കളഞ്ഞേക്ക്. എനിക്ക് പള്ളിക്കുടത്തിൽ പോണം. പൊയ്ക്കോ. അതിനു മുൻപ് ഒരിത്തിരി നേരം നമുക്ക് പൂമാല കെട്ടി കളിക്കാം. അതങ്ങ് കളഞ്ഞേക്ക്. മങ്ങി മഞ്ഞക്കടിരു പൊങ്ങി വീടങ്കണത്തിലെ ചെങ്ങി എഴുതുവാൻ പോയ ഇടാവു വന്നീലെവിടെ പോയി നങ്ങി തേങ്ങി ആറ്റിക്കരളിനങ്ങി മോളം അവനെ വിളിക്കൂ നടന്നാളമ്മ. എണീറ്റ് നിൽക്ക്.
നിനക്ക് ഞാനൊരു കൊണ്ടോടെ പിടിച്ചെടുത്ത് തരാം. നിനക്ക് എന്റെ പൊന്നോമനെ തിരിച്ചുതാ. തിരിച്ചുതാ എന്റെ ഭൂതമേ. തെറ്റിക്കൊണ്ടു പറിച്ചു ഭൂതം ചേരോടു മന്ത്രം ജപിച്ചു ഭൂതം മറ്റൊരു നീയെ നിർമ്മിച്ചു ഭൂതം പാണ്ടോടെടുക്കുന്നോടി ഭൂതം. ഉണ്ണി, ഒരു പൊന്നുണ്ണി. ഇല്ല, ഇതെന്റെ ഉണ്ണിയല്ല. ഇതല്ല എന്റെ ഉണ്ണി. പെറ്റ വയറിനെ വഞ്ചിച്ച പൊട്ട ഭൂതമേ, നിന്നെ ഞാൻ ശപിക്കുന്നു. അരുത്, എന്നെ ശപിക്കരുത്. നിന്റെ ഉണ്ണിയെ ഞാൻ തിരിച്ചു തരാം. നിന്റെ കണ്ണുകളും തിരിച്ചു തരാം. എന്നെ ശപിക്കരുത്, എന്നെ ശപിക്കരുത്, എന്നെ ശപിക്കരുത്. ആ ആ ആ യാത്ര തിരിച്ചിടും ഉണ്ണിയെ വാരിയെടുത്തു ഉണർന്ന മൂഢവിൻ പലവൊരു ചുംബിച്ചു പത്തുരു കണ്ണ പാവം കണ്ണീർ ചോര ചൊരിയും. എനിക്കറിയാം എന്റെ ഉണ്ണിയെ നീ എത്രമാത്രം സ്നേഹിക്കുന്നു. എല്ലാ വർഷവും മകരക്കൊയ്ത്ത് കഴിയുമ്പോ നീ വരണം. എന്റെ ഉണ്ണിയെ കാണാനും അവൻ ആനന്ദം പകരാനും ഞങ്ങൾക്ക് മംഗളേകാനും. അങ്ങനെ എല്ലാ വർഷവും മകരക്കൊയ്ത്ത് കഴിയുമ്പോൾ ഭൂതം വരും. പക്ഷേ ഉണ്ണിയുടെ വീട് ഏതെന്ന് ചോദിക്കാൻ പാവം ഭൂതം മറന്നുപോയി. നങ്ങേലിയാണെ പറഞ്ഞതുമില്ല. ഉണ്ണിയെ ഭൂതം വീണ്ടും കൊണ്ടുപോയാലോ? അതുകൊണ്ടാ ഭൂതം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത്. എന്റെ ഉണ്ണിക്ക് മനസ്സിലായോ? പാവം ഭൂതം അല്ലേ അമ്മ?